Yeah, no. കാപ്പി കുടി, നമ്മുടെ വണ്ടിയിലുണ്ടാക്കിയ കാപ്പി കുടി. ഓ പാത്രം ചൂടായിട്ടാ അതങ്ങനെ ചെരിഞ്ഞിരിക്കുക അല്ലേ. ഈ ഒരു വണ്ടിയുടെ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ എങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് 2020 ഞാൻ നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെൻ്ററി കണ്ടായിരുന്നു, എക്സ്പ്ലോയിറ്റ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഡോക്യുമെൻ്ററിയിൽ നിന്നാണ്, അതായത് അതൊരു എന്താ പറയുക, ഒരു അവർ പാർട്ട്നേഴ്സാണോന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവരൊരു എന്താ പറയുക, അവർ ലവേഴ്സാണ്. അവർ രണ്ടുപേരും ഒരു സ്കൂൾ ബസ് എടുത്തിട്ട് അതിനെ അവരുടേതായ ആവശ്യങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് അവർ രണ്ടുപേരും അവരുടെ ഡോഗും കൂടി യൂറോപ്പ് മൊത്തം
യൂറോപ്പിൽ നിന്ന് അവർ US തോന്നുന്നു അവർ ട്രാവൽ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത്. അതായത് നമുക്ക് ട്രാവൽ ചെയ്യാം, നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ ട്രാവലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഹൈവേയിലെ ഭക്ഷണത്തിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വൺ ടൈം ഫുഡാണ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം അതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വിശപ്പുള്ളപ്പോൾ നമ്മൾ കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹൈവേയിൽ വരുന്ന ഹോട്ടലുകളുടെ ഭക്ഷണത്തിൻ്റെ നിലവാരം നമുക്ക് ഒരിക്കലും ഉറപ്പുവരുത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ട്രാവൽ ചെയ്യണവനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്ന് താമസം, ടോയ്ലറ്റ്, അതേപോലെ തന്നെ ഭക്ഷണം. അപ്പോൾ ഇത് മൂന്നും പരിഹരിക്കുന്നൊരു വണ്ടി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ ഒരു ഡോക്യുമെൻ്ററി കണ്ടതിന് ശേഷം. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ 2024 വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. കൊറോണ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെയാണ് എപ്പോഴും, വീട് വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ പറ്റണില്ല. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ വൈഫ്, 2 മക്കൾ, ഒരാൾക്ക് 1 വയസ്സാവണുള്ളൂ. ആ ഒരു സമയത്ത് അവരെയൊക്കെ വീട്ടിലാക്കിയിട്ടാണ് ഞാനൊരു ട്രിപ്പിന് ഇറങ്ങിത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റ് എൻ്റെ വൈഫിനാണ്. കാരണം ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പോയിക്കോ, ഒരാഗ്രഹമല്ലേ, എന്തായാലും വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമാണ്. ആൾ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യങ്ങളും, ഒരു കോൺഫിഡൻസ് തന്നുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ട്രിപ്പ് പോകാൻ പറ്റിയത്. അപ്പം ഞാൻ ഈ ഒരു ട്രിപ്പിൽ അവരെയും കൂടി കൂട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മളൊരു ഡിസൈൻ ചെയ്തൊരു വണ്ടിയും കൊണ്ട് നമ്മൾ പോകുമ്പോൾ അതിന് എന്തൊക്കെ നിയമവശങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു സോളോ ട്രിപ്പ് പോയതിന് ശേഷം നമ്മൾ ഫാമിലിയായിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. സോളോ ട്രിപ്പ് ഭയങ്കര സക്സസ് ആയിരുന്നു. നമുക്ക് യാതൊരു പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്തില്ല, അടിപൊളിയായിട്ട് പോയിട്ട് വന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങളൊന്ന് ക്യാമ്പ് ചെയ്ത് നോക്കി. അങ്ങനെയുണ്ട് 2 കുട്ടികളും ഞങ്ങൾക്ക് 2 പേർ കൂടി കിടക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഫാമിലിയായിട്ട് പോകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു ഫാമിലിക്ക് വിശ്രമിക്കണം. ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ 3 പേർക്ക് വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ബെഡ് നിവർത്തിയിട്ടിട്ട് നമുക്ക് വിശ്രമിക്കാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യം നമ്മുടെ വണ്ടിയിലുണ്ട്. പിന്നെ മക്കൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം, അതാണ് എനിക്ക് ഏറ്റവും ചലഞ്ചായിട്ടുള്ള ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. അപ്പോൾ വണ്ടിയിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ എൻ്റെ മോളാണെങ്കിൽ പുറത്തുനിന്ന് ഒന്നും കഴിക്കില്ല. അപ്പോൾ അവൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം നമുക്ക് വണ്ടിയിലുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് എപ്പോഴേ പോകാനുള്ളൊരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഏപ്രിലിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് പിന്നെ പറയാം. എൻ്റെ പേര് ചിന്തു കൃഷ്ണ, വിജേഷിൻ്റെ വൈഫാണ്. വിജേഷേൻ്റെ സോളോ ട്രാവലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഇഷ്ടം മാത്രമാണ് സോളോ ട്രാവലിങ്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി ഭയങ്കര ഫോക്കസ് ചെയ്ത് ഭയങ്കര താല്പര്യത്തോടെ ഭയങ്കര പിന്നാലെ നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ ട്രാവലിംഗ് എന്ന് പറയുന്ന കാര്യം. വിജേഷിനെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, വിജേഷിന് കുഞ്ഞിലേ തുടങ്ങി എനിക്ക് ഇന്നേ വരെ അവനൊരു കുറ്റം പറയുക, ഒരു ചീത്ത പറയുക ഇതേ വരെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അവനെ പിന്നെ സ്കൂളിൽ പോയാലും ചെറുപ്പം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും എനിക്ക് അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവനെ പറ്റി നല്ല നല്ല അഭിപ്രായങ്ങളാണ് കിട്ടാറ്. അത് കാരണം എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അതുപോലെ ചെയ്യും. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അതെന്നെ സമ്മതിച്ച് അമ്മ ചെയ്തോ എന്ന് പറയും. അവൻ പറയുന്ന കാര്യങ്ങൾക്കും ഞാൻ സമ്മതം കൊടുക്കാറ് പതിവ്. ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് ട്രാവൽ ചെയ്ത ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1 മന്ത് ട്രാവലിംഗ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു മാസത്തേക്ക് 10 വർഷം തികയാണ്. കല്യാണം കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും ഒത്തിരി ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മോന് 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് എന്തായാലും ഒരു സ്പേസ് വേണം, ഒന്ന് ട്രാവൽ ചെയ്യണം, ഒരുപാടൊരു ഗ്യാപ്പായി മൈൻഡ് ഫ്രീ ആവണം, ഒരു നല്ലൊരു സ്പേസ് എനിക്ക് വേണം എന്ന് പറഞ്ഞു. തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞു കുഞ്ഞു വാവയാണ്,
വിട്ടിട്ട് പോകണം, ഒരു മാസമല്ലേ, ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഗ്യാപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മൾ ഒരാളുടെ ഇഷ്ടത്തെ അങ്ങനെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. എനിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാത്ത, തിരിച്ച് റെസ്ട്രിക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്രാവൽ ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു സ്റ്റാറ്റസ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, നീ എങ്ങനെ വിട്ടു, നിനക്ക് എങ്ങനെ വിടാൻ തോന്നി, ഞാനാണെങ്കിൽ വിടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത്ര കുഞ്ഞു കൊച്ചിനെ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, 2 കുഞ്ഞുങ്ങൾ, വീട് ഇപ്പോൾ വച്ചിട്ട് നമ്മളധികം ആയിട്ടില്ല, ഇതൊക്കെ നീ എങ്ങനെ മാനേജ് ചെയ്യും. ആ ഒരു സമയത്തായിരുന്നു മോളുടെ എക്സാം കാര്യങ്ങളൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാളുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി പോകും, നമ്മളൊരാളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു സമയവും ഈ ഒരു ഏജും ഈ ഒരു ടൈമൊന്നും നമുക്ക് പിന്നെ കിട്ടില്ല. അപ്പോൾ ആളുടെ ഒരു നല്ല ഏജിലാണ് ആൾ നിൽക്കുന്നത്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതി ഉണ്ട്, ഒരു മനസ്സുണ്ട്. ഇതൊന്നും ചിലപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഭയങ്കര അശ്രദ്ധമായിട്ടുള്ള ഒരാളായിരുന്നു. ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണെന്ന് എനിക്കൊന്നും അറിയില്ല. ഭയങ്കര ഒരു കുട്ടിത്തമുള്ള ഒരാളായിരുന്നു. പക്ഷെ കാലങ്ങൾ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ എനിക്ക് ഒരു വിശ്വാസം വന്നതുകൊണ്ടും കൂടിയാണ് ഞാൻ വിട്ടു എന്ന് പറയുന്നത് ശരിയല്ല. നമ്മളൊരാളെ വിടേണ്ട ഒരു കാര്യമില്ല. ആൾ പോയി, ആൾക്ക് പോകാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷെ ഒരു പാർട്ട്ണറായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ അവകാശങ്ങളുണ്ടല്ലോ. നമുക്ക് നമ്മുടെ വിളിച്ചാൽ കിട്ടണം, നമുക്ക് ആൾ ഓക്കെ ആണോ സേഫ് ആണോ എന്നൊക്കെ അറിയണം. അപ്പോൾ ആ ഒരു കൺസേൺ വളരെ ക്ലിയറായിട്ട് ആൾ ചെയ്തു. ഇനി എനിക്ക് ഏത് ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് വിടാനും ആൾ ട്രാവൽ ചെയ്യണമെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഈ ഒരു ക്യാമ്പർ വാൻ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടു. അത് കൂടുതലും ഞാൻ കണ്ടത് നോർത്ത് ഇന്ത്യൻസാണ് അത് ചെയ്തേക്കുന്നത്. കാരണം അവർ ഇതേപോലെ ഒരു മാരുതി ഇക്കോ എടുത്തിട്ട് അവർ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് മോഡിഫൈ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കണ്ണൂരുള്ളൊരു കപ്പിളിനെ ഞാൻ പരിചയപ്പെടുന്നത്, വിപിൻ ആൻഡ് ഫാമിലി. അപ്പോൾ വിപിനും താരെ. അപ്പോൾ അവരുടെ വീഡിയോസിൽ നിന്നാണ് നമ്മൾ മലയാളികൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ വിപിൻ്റെ നമ്പർ എടുത്ത് വിപിനെ കോൺടാക്ട് ചെയ്തു. വിപിനുമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്നു. അവിടെ നിന്നാണ് വിപിൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വണ്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അത്തരം വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരാളും കൂടി ഉണ്ട്, നിരക്ഷർ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഒരു ബൊലേറോ ജീപ്പ് എടുത്തിട്ട് പുള്ളി ഇപ്പോൾ നോർത്ത് ഇന്ത്യ ഫുള്ള് പുള്ളി 4-5 മാസത്തെ ട്രിപ്പ് ചെയ്യണ ആളാണ്. പുള്ളി അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. പുള്ളി ജോലിയിൽ നിന്നൊക്കെ റിട്ടയർഡായി റെസ്പോൺസിബിലിറ്റിയൊക്കെ ഒന്ന് ഒതുങ്ങി ആൾ ഫുൾ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യണ ഒരാൾ. ഒരിക്കൽ വയസ്സാകുമ്പോൾ ഞാനും അങ്ങനെ തന്നെ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിക്കണം. പക്ഷെ ആളും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇവർ രണ്ടുപേരാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള 2 ആൾക്കാർ ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരുടെ കുറച്ച് കോൺസെപ്റ്റായിട്ടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരക്ഷരൻ ചേട്ടൻ എന്നോട് എപ്പോഴും പറയും, എടാ വണ്ടിയിലൊരു ടോയ്ലറ്റ് വേണമെന്ന് പറയും. അപ്പോൾ എനിക്ക് വണ്ടിയിലൊരു ടോയ്ലറ്റ് ക്യാരി ചെയ്യാതെ, കെമിക്കൽ ടോയ്ലറ്റായിട്ടോ എന്തായിക്കോട്ടെ, ഒരു ടോയ്ലറ്റ് ക്യാരി ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇഷ്ടംപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ വണ്ടിയിലത് വയ്ക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും എന്താ പറയുക, ഒരു മൈൻഡ് ബ്ലോക്കാണ് എൻ്റെ. അങ്ങനൊരു പ്രശ്നം മാത്രമേ. ബാക്കി എന്താ പറയുക, ബാക്കി എല്ലാം കൊണ്ടും ട്രിപ്പ് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് 2024 ഡിസംബർ 7 വൈകിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ ഈ ട്രിപ്പ് അവസാനിപ്പിക്കുന്നത് 2025 ജനുവരി 3 എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ക്രിസ്മസാണ് ഞാൻ നാട്ടിലില്ലാതെ ഞാൻ മിസ് ചെയ്തത്. എൻ്റെ നാട്ടിലെ ഉത്സവം, എൻ്റെ ക്രിസ്മസ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ എൻ്റെ ഫാമിലിയുടെ ഒപ്പം അല്ലാതെ ഞാൻ ചിലവഴിച്ചൊരു വർഷമാണത്. പക്ഷെ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡ്രീം ട്രിപ്പിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഈ വണ്ടി ഡിസൈൻ ചെയ്യണ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛന് അങ്ങനെ എന്താ പറയുക, അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവണ്ണം ചെയ്തോട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അമ്മയ്ക്ക് എന്നിൽ എപ്പോഴും കോൺഫിഡൻസ്, അമ്മയ്ക്കും വൈഫും എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന 2 ആൾക്കാരാണ്. അപ്പോൾ അവർ 2 പേർക്കും ഉറപ്പായിരുന്നു എന്തോ എത്തിക്കും എന്നുള്ളൊരു കാര്യം. പിന്നെ എൻ്റെ നല്ലൊരു ക്രിട്ടിക്ക് എൻ്റെ വൈഫാണ്. അപ്പോൾ ആൾ എപ്പോഴും എന്നെ ഒരു പടി മുമ്പിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ള ആളിങ്ങനെ വിഷൻ ചെയ്തിങ്ങനെ കണ്ട് എനിക്ക് നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്ക് അങ്ങനെ ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയുടെ സക്സസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും നമ്മളൊരു പരീക്ഷണമാണ് എപ്പോഴും ചെയ്യുന്നത്. കാരണം ഇങ്ങനൊരു വണ്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ഞാൻ തുടങ്ങുന്ന സമയത്ത് ട്രയൽ ആൻഡ് എറർ എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എന്നെ ഉപകരിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വീഡിയോസാണ്. ക്യാമറ വാൻ വീഡിയോസ് ഞാൻ കുറേ കണ്ടു കഴിഞ്ഞപ്പോൾ ചിലവർ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. എന്ത് വേണം എന്നുള്ളൊരു ഐഡിയ നമ്മൾ കുറേ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി.
പിന്നെ ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ഈ വണ്ടിയിൽ ഞാൻ മാർക്ക് ചെയ്ത് നോക്കി എന്തൊക്കെ വേണമെന്നുള്ള ലിസ്റ്റ് എടുത്തു. അതായത് നമ്മളൊരു വണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നിയമാനുസൃതമായിട്ടായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാൻ MBDയിൽ വിവരാവകാശത്തിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ റെസ്പോൺസൊക്കെ വളരെ ശോകമായിരുന്നു, വളരെ മോശം റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ചോദിച്ച ഉത്തരങ്ങൾക്കൊന്നും വ്യക്തമായിട്ട് മറുപടി ക്യാമ്പർ വാനിനെ കുറിച്ചിട്ട് നമ്മളൊരു നിയമവശം അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടൊരു മറുപടി കിട്ടില്ല. എന്നാലും നമ്മൾ എല്ലാം അന്വേഷിച്ചു, അത്തരത്തിലെ എല്ലാ നിയമവശങ്ങളും അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വണ്ടി ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലിങ്ങിൽ ഇതുവരെ പോലീസ് പിടിച്ചേർന്നു, 1-2 പ്രാവശ്യം പിടിച്ചേർന്നു, പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ സക്സസ് റേറ്റിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് പണിതരാണ്. ഞങ്ങൾ ഒരു 3 വർഷം എടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളെടുത്തൊരു എഫേർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി നമുക്കെന്താണ് വേണ്ടതെന്ന് നമുക്കറിയാം. ഈ വണ്ടിയിൽ എനിക്ക് എന്തൊക്കെ സൗകര്യം വേണമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത്രയും സൗകര്യങ്ങൾ കൊള്ളിക്കാനുള്ളൊരു പ്ലാനും ഡിസൈനൊക്കെ ഞാൻ തന്നെ വരച്ച് ഞാൻ എൻ്റെ കാർപ്പൻ്റർ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചു, എല്ലാം അറേഞ്ച് ചെയ്തു. ഏതൊക്കെ എവിടെയൊക്കെ വരണം എന്നുള്ള കാര്യം ഞാൻ തന്നെ തീരുമാനിച്ചു. അതായത് സ്പേസ് ലേഔട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും ചലഞ്ചായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം സ്മൂത്തായിരുന്നു. എക്സിക്യൂഷൻ വളരെ സിമ്പിളായിരുന്നു. മിക്കവാറും കുറേ പണികളൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തു. പിന്നെ വണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം വണ്ടിയുടെ എൻജിനാണ് നമ്മുടെ ഏറ്റവും പ്രധാനമുള്ള കാര്യം. ഇത്രയും ലോങ് ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടിയുടെ എൻജിന് ശരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം, വണ്ടിയുടെ ലുക്കിലല്ല. എൻജിൻ പ്രോപ്പറായിരിക്കണം. അപ്പോൾ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം വണ്ടി സർവീസ് സെൻറ്ററിൽ ഞാൻ മെക്കാനിക്കിനെയും കാണിച്ചു, സർവീസ് സെൻറ്ററിലേയും കാണിച്ചിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ മാറ്റി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിയുടെ എൻജിൻ്റെ കാര്യത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തനായതിനു ശേഷമാണ് ഞാൻ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമുക്ക് ഫാമിലി ഉണ്ട്, ഒരു റിസ്ക് എടുത്ത് ട്രാവൽ ചെയ്തിട്ട് ഒന്നും നമുക്കൊന്നും കിട്ടാനില്ല. നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊരു ഒരു സന്തോഷം കിട്ടുള്ളൂ. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാണ്ടാവുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ആദ്യം മേസൺ പണിയായിരുന്നു. ഞങ്ങൾ വിശ്വർമ്മയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ വിശ്വർമ്മയുടെ ഇതിൽ ഉള്ള പണിയായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 കൊല്ലമായി ഒരു കട നടത്തണേ. പണിക്ക് പോകാൻ പറ്റാഞ്ഞിട്ടല്ല, അങ്ങനെ പണിയൊക്കെ ഇത്തിരി കുറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ കട തുടങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ കട തുടങ്ങി ഇപ്പോൾ കട കൊണ്ട് നടക്കുന്നു. യാത്രകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര കാത്തിരിപ്പാണ് യാത്രകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ യാത്ര ചെയ്യാൻ അവസരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളൊരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും അവർ എന്താ പറയുക, അവരൊരു വീടുണ്ടാക്കണം മക്കൾക്ക് വേണ്ടി, മകളെ കെട്ടിക്കാനുള്ള സമ്പാദിക്കണം, എന്നെ പഠിപ്പിക്കാനുള്ള ഒരു ഇത് വേണം, അങ്ങനെയുള്ളൊരു തിരക്കിലായിരുന്നു എല്ലാവരും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ സാധനം നമുക്ക് യാത്ര പോകാൻ ഇന്നത്തെ പോലെ നമുക്കങ്ങനെ അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് തൃശ്ശൂർ സൂ, അതിരപ്പള്ളി, വാഴച്ചാൽ, മലമ്പുഴ, എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ പാലക്കാട് നിന്നൊരു സിനിമ ആണ്. അങ്ങനെ ഒരു ട്രിപ്പ് മാത്രമേ ഞാൻ പോയുള്ളൂ. അത് വളരെ ചീപ്പായിട്ട് നമ്മുടെ നാട്ടിലെ ബാലജനസംഘം ഓർഗനൈസ് ചെയ്തൊരു ട്രിപ്പ് വഴിയാണ് പോയത്. അതിനുശേഷം 2 മാസത്തിന് ശേഷമാണ് എൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നത്. ഇത് സെയിം സ്ഥലം തന്നെ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്, പിന്നെ അച്ഛൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എടാ ഇനിയിപ്പോൾ നീ പോയതല്ലേ, ഇനി നിനക്ക് പോകണമെന്ന് ചോദിച്ചു. പക്ഷേ എന്താ പറയുക, സ്കൂൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാണ്. നമ്മൾ ഫാമിലിയുടെ കൂടെ പോകുന്നതും നമ്മൾ കൂട്ടുകാരൊത്ത് പോകുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സ്കൂൾ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ 4 മണിക്ക് കണ്ടിട്ട്, അതായത് രാവിലെ 10 മണിക്ക് കാണുന്നു, 4 മണിക്ക് തിരിഞ്ഞു പോകുന്ന ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മളൊരു നൈറ്റ് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസം. നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ അടുത്തറിയും, നമ്മൾ അവരുമായിട്ട് ഭക്ഷണം ഷെയർ ചെയ്യും, നമ്മുടെ എന്താ പറയുക, നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഒരു സമയം നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാത്രിയാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആവും. അപ്പോൾ അങ്ങനൊരു സാഹചര്യം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തായിരുന്നു. കാരണം സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പറ്റില്ല. സാമ്പത്തികം തന്നെയാണ് പ്രധാന പ്രശ്നം. അപ്പോൾ അങ്ങനെ അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മൈസൂർ ഊട്ടി ബാംഗ്ലൂരാണ്, 5 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ നീ അതിന് വെയിറ്റ് ചെയ്യേ, നല്ലൊരു ട്രിപ്പായിരിക്കും. അപ്പോൾ അന്ന് തൊട്ട് യാത്രകൾ എനിക്ക് എന്നും കാത്തിരിപ്പാണ്. ആ ട്രിപ്പ് ഒരിക്കലും എനിക്ക് നടന്നില്ല. കാരണം ആ വർഷം സ്കൂളുകാർ ട്രിപ്പ് വേണമെന്ന് വെച്ചു. അപ്പോഴും എൻ്റെ എന്താ പറയുക, യാത്ര എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ അടുത്ത് നിന്ന് പോയി. പിന്നെ +2ലും നമുക്ക് ട്രിപ്പ് ഉണ്ടായില്ല. ആ സമയത്ത് ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കടൽ കണ്ടിട്ടില്ല, ട്രെയിനിൽ കയറിയിട്ടില്ല, വിമാനം പിന്നെ എയർപോർട്ട് നമ്മുടെ അടുത്താണ്, നെടുമ്പാശ്ശേരി എയർപോർട്ട്.
നമ്മുടെ നാട്ടിൽ നിന്നാണ് മണ്ണൊക്കെ മലയിടിച്ചിട്ട് ആ മണ്ണ് പാടം നികത്തിയിടുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ വിമാനം കണ്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കയറി കണ്ടിട്ടില്ല. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കും എന്തെങ്കിലും എനിക്ക് ഇതിനകത്തൊക്കെ കയറാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ നടക്കും എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. ചില സമയത്ത് നമ്മുടെ ചില ആഗ്രഹങ്ങൾ, ഇപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഒരു ശക്തി എവിടെയുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ എയറിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് എവിടെയോ ചെന്ന് അത് തങ്ങി നിൽക്കും നമുക്ക് വേണ്ടി. അതെന്തെങ്കിലും നമുക്ക് വേണ്ടി അത് എന്താ പറയുക, നമുക്കത് സാക്ഷാത്കരിക്കാൻ പറ്റാറുണ്ട്. എൻ്റെ പല ആഗ്രഹങ്ങളും എനിക്ക് അങ്ങനെ പണ്ടെന്നോ ആഗ്രഹിച്ച പല ആഗ്രഹങ്ങളും എനിക്ക് ജീവിതത്തിൽ നടന്നു കിട്ടിയത് ഞാൻ അങ്ങനെ എന്താ പറയുക ഭയങ്കര ഞാൻ ആ ഒരു പവറിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര നടത്തുന്നത് കോളേജിൽ വെച്ചാണ്. പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ്, കേരളം വിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ നിന്നൊരു സൗത്ത് സോൺ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങൾ വിശാഖപട്ടണത്താണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ കേരളം വിട്ട് ആദ്യമായിട്ട്, അതായത് ഞാൻ ഡിഗ്രി 3rd ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. അത് ഫ്രീ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു, കോളേജിൻ്റെ ഫണ്ടിൽ തന്നെയാണ് പോയത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കും ഒരു ഫ്രീ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രീ ട്രിപ്പായിട്ട് ഞാൻ കോളേജിൽ നിന്ന് 2 പ്രാവശ്യം സൗത്ത് സോണിൽ പോയിട്ടുണ്ട്. പിന്നീടുള്ള എൻ്റെ യാത്രകളൊക്കെ ജോലി സംബന്ധമായിട്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അമ്മ അങ്ങനെ പറയും, എടാ നിനക്ക് ജോലി കിട്ടിയതിന് ശേഷം നിനക്ക് എന്തോരം സ്ഥലത്ത് പോവാം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ പല സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ജോലി സംബന്ധമായിട്ട് ബോംബെ, അങ്ങനെ ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനങ്ങളും എനിക്ക് ഫ്രണ്ട്സ്, ജോലി സ്ഥലത്ത് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ റൂംമേറ്റ്സൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ബോംബെയിൽ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഞാൻ ഷിംല, അവരുടെ നാട്ടിൽ പോയി അവരുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ യാത്രകൾ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ പാർട്ട്ണർ ചിന്തു, പുള്ളിക്കാരി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് ശേഷം ഞങ്ങൾ ഭയങ്കരമായിട്ട് കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങളുടെ വണ്ടി, ഞങ്ങൾക്കൊരു അന്ന് കല്യാണത്തിന് സമയത്ത് വണ്ടി എടുത്തത് സ്വിഫ്റ്റ് 2007 മോഡൽ. അപ്പോൾ ഡ്രൈവിങ് എനിക്കറിയില്ല, വൈഫിനാണ് ലൈസൻസ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഫാമിലിനോട് എല്ലാവരോടും നുണ പറഞ്ഞു. അതായത് ഞങ്ങളുടെ കൂടെ തൃശ്ശൂരിൽ നിന്നൊരു ഫാമിലി ഉണ്ട്, ആ ചേട്ടൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, ആ ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഭയങ്കരമായിട്ട് നുണ പറയേണ്ടി വന്നു ഫാമിലിയുടെ അടുത്ത്. കാരണം നമുക്ക് ഈ വണ്ടി ഒന്ന് കൈ കിട്ടണം. അന്ന് ബാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ 8 മണിക്കൂർ യാത്രയേ ഉള്ളൂ. പക്ഷേ 8 മണിക്കൂർ ട്രാവൽ ചെയ്യാനായിട്ട് ഞങ്ങൾ എടുത്തത് 16 മണിക്കൂറാണ്. അത്രയും ടൈം എടുത്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. കാരണം നമുക്ക് എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, ഒരാഴ്ച ആയിട്ടുള്ളൂ, നമ്മൾ പരസ്പരം നമ്മൾ അറിയണ ഒരു സമയമാണ് നമ്മുടെ പാർട്ട്ണർ. അപ്പോൾ നമ്മുടേതായൊരു വണ്ടിയിൽ ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ഒരു എന്താ പറയുക, പരസ്പരം അറിയാമായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നെങ്കിലും നമ്മളൊരു കല്യാണത്തിന് ശേഷം നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത്, നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് നമ്മൾ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഞങ്ങൾ പരസ്പരം അറിയണത് ആ ഒരു യാത്രയാണ്. എത്രത്തോളം കംഫർട്ടബിളാണ് ഞാൻ, അല്ലെങ്കിൽ എത്രത്തോളം കംഫർട്ടബിളാണ് എൻ്റെ പാർട്ട്ണർ എന്ന് നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നത് ആ ഒരു ട്രിപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോയി ചെന്നതിന് ശേഷം ഫാമിലിയുടെ അടുത്ത് സത്യം പറഞ്ഞു. എല്ലാവരും ഭയങ്കര ചൂടായി ഞങ്ങളുടെ അടുത്ത്. നിങ്ങളിപ്പോഴേ ഇങ്ങനെ നുണ പറഞ്ഞു തുടങ്ങി, എങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് വൈഫ് കരഞ്ഞു. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തത് ഞങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ പിന്നീട് എല്ലാവർക്കും ധൈര്യമായി, ഇവർക്ക് വണ്ടി കൊടുത്താലും ഇവർ എവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളും, ധൈര്യമായിട്ട് കൊണ്ടുപോകുന്നുള്ളൊരു കോൺഫിഡൻസ് ഫാമിലിക്ക് വന്നു. ഇവർ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ മാത്രമേ ഉള്ളൂ, അവൻ്റെ കൂട്ടുകാരും കൂടി പോകണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ പോയി ഉണ്ട്. ഇവർ രണ്ടാളും ഉണ്ട്, കൂട്ടുകാരനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് വിളിക്കുമ്പോഴൊക്കെ അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളത് വിശ്വസിച്ച് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ എത്തിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയണത് ഇവർ രണ്ടാൾ മാത്രമേ ഉണ്ടായിരുന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതവും ഇതായിപ്പോയി. കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഇവളെയും കൊണ്ട് പോയതല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും. അത് അവൻ അങ്ങനെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിടൂല, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് അവനറിയാം. കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പാണ് ഞങ്ങൾ വണ്ടി എടുത്തോളൂ. ആ വണ്ടി എടുത്തപ്പോൾ തുടങ്ങി അവൻ ഇങ്ങനെ വേഗം ഓടിച്ച് വേഗം പഠിച്ചതൊക്കെ വന്ന്, പിന്നെ അവന് ഓരോരോ ധൈര്യങ്ങൾ കിട്ടി. അങ്ങനെ ധൈര്യത്തിൽ കൂടെ പോയി ഇപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഈ ഒരു വണ്ടി കൊണ്ട് 1 മാസത്തേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് പോയി, അജന്ത, എല്ലോറ, ഔറംഗാബാദ് പോയി, പിന്നെ ആഗ്ര. വൈഫിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു താജ്മഹൽ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ സ്വിഫ്റ്റ് കാറും കൊണ്ട് ഞങ്ങൾ ഏകദേശം
ആഗ്ര വരെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ അന്ന് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായില്ല. അന്ന് ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു ക്യാമറ അതായത് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനും നമുക്ക് ഉറങ്ങാനും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള സൗകര്യമുള്ളൊരു വണ്ടി ഞങ്ങൾക്ക് ആ ഒരു ഹണിമൂൺ പീരീഡിൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ ആകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പൊളിച്ചനെ. കൊച്ചിന് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാ? അതെന്താ ഏറ്റവും ഇഷ്ടം? ഉറങ്ങാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും, പിന്നെ പിന്നെ വണ്ടി അടിക്കാൻ പറ്റും.